മോഹൻ വർഗീസ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ കൃത്യമായൊരു ആസൂത്രണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു ഇറാൻ ആക്രമിക്കപ്പെട്ടത് എന്ന് മാത്രമല്ല, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് കടമെടുക്കുകയാണെങ്കിൽ എ വെരി സക്സസ്ഫുൾ ആൻഡ് സ്പെക്ടാക്കുലർ മിലിറ്ററി സക്സസ് എന്നാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുമെന്നുള്ള കൃത്യമായ സ്ട്രാറ്റജിയുടെ അടിസ്ഥാനത്തിൽ US ഈ നീക്കം നടത്തുമ്പോൾ ഒരുപക്ഷെ ഇറാന്റെ ഭാഗത്തു നിന്ന് ഇനി ഒരു തുടരാക്രമണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു തിരിച്ചടിയോ അമേരിക്കയും പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ അതിനുള്ളൊരു മുന്നൊരുക്കം കൂടി അമേരിക്ക മനസ്സിൽ കാണുന്നുണ്ടായിരിക്കുമോ? രോഹിണി, കൃത്യമായ ആസൂത്രണത്തോടു കൂടി തന്നെയാണ് അമേരിക്ക ഈ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. ഇത് വൺ ടൈം അറ്റാക്ക് എന്ന നിലയിലാണ് അമേരിക്ക ഏതാണ്ട് ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. എങ്കിലും ഒരുപക്ഷെ ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ള തിരിച്ചടി അത് ഏത് രൂപം കൈവരിക്കും എന്ന് ഇപ്പോൾ പറയാനാവില്ല. എങ്കിലും അത് സംഭവിച്ചാൽ പൂർണ്ണമായി ഇറാൻ്റെ സൈനിക കേപ്പബിലിറ്റി നശിപ്പിക്കുന്ന രീതിയിലേക്ക് അമേരിക്ക മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതിന് മധ്യയാണ് ഇറാൻ സൈനികമായി പ്രതികരിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ഇറാന് സൗകര്യം അമേരിക്കയുടെയും പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളുടെയും സാമ്പത്തിക താല്പര്യങ്ങളെ ദോഷകരമായി ബാധിക്കുന്ന രീതിയിൽ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം, കപ്പൽ ഗതാഗതം പൂർണ്ണമായി തടയുക എന്ന ഒരു നിലപാടിലേക്ക് ഇറാൻ ഇപ്പോൾ എത്തിയിരിക്കുന്നു. അത് ഇറാന് തന്നെ ആത്മഹത്യാപരമായിരിക്കും. കാരണം ഇറാൻ്റെ എണ്ണ പരമാവധി വെളിയിലേക്ക് പോകുന്നത് ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. ചൈനയിലേക്കൊക്കെയുള്ള കപ്പൽ ഗതാഗതത്തിന് തുറന്നു കൊടുത്തിരിക്കുന്ന ഹോർമൂസാണ്. ഈ ഹോർമൂസിൻ്റെ നിയന്ത്രണം ഇറാന് മാത്രമല്ല എന്നോർക്കണം. UAEയുടെയും ഒമാൻ്റെയും ഭാഗങ്ങൾ കൂടി ഹോർമൂസിൻ്റെ തെക്കൻ പ്രദേശങ്ങളിലുണ്ട് എന്നോർക്കണം. ഒരു 39 മുതൽ 91 കിലോമീറ്റർ വരെ മാത്രം വീതിയുള്ള ഒരു കുപ്പിക്കഴുത്താണ് പേർഷ്യൻ കടലിടുക്കിലേക്ക്, പേർഷ്യൻ ഉൾക്കടലിലേക്ക്, പേർഷ്യൻ ഗൾഫിലേക്ക് ഈ അറേബ്യൻ കടലിൽ നിന്നും പ്രവേശിക്കാനുള്ള ഒരു കവാടമാണ് ഹോർമൂസ്. അപ്പോൾ ലോകത്തെ എണ്ണയുടെ, പ്രത്യേകിച്ച് എണ്ണ ഉത്പാദനത്തിൻ്റെ ഏതാണ്ട് 25% പുറത്തേക്ക് കടന്നു പോകുന്ന കവാടമാണ് അതെന്നോർക്കണം. അതുപോലെ ലോകത്തെ പ്രകൃതിവാതക ഉത്പാദനത്തിൻ്റെ LPG LNG ആ സംവിധാനത്തിൻ്റെ ഏതാണ്ട് 1/3 കടന്നു പോകേണ്ട കുപ്പിക്കഴുത്താണ്. ആ ഭാഗം ബലം പ്രയോഗിച്ച് ഇറാൻ്റെ നാവികസേന അടയ്ക്കുകയാണെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ലോക വിപണിയിൽ സംഭവിക്കാനിരിക്കുന്ന ബ്ലഡ് ബാത്ത് വളരെ പ്രധാനമാണ്. ലോകത്തെ ഓഹരി വിപണികൾ ഇടിഞ്ഞ് കൂപ്പുകുത്താൻ സാധ്യതയുണ്ട്. നാണ്യപ്പെരുപ്പം വളരെയധികം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യയിൽ ഉൾപ്പെടെ എണ്ണ ദൗർലഭ്യം നേരിടുകയും ഒരു ബാരലിന് $100 കവിഞ്ഞ് എണ്ണ വില പോയാൽ പോലും അത്ഭുതപ്പെടാനില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരും. അതുകൊണ്ട് ഇറാൻ്റെ സഖ്യരാജ്യമായ ചൈന എണ്ണ ആസ്പദമായി നിൽക്കുന്ന ഇക്കോണമിയാണ്. ഇറാനിൽ നിന്നും എണ്ണ വരേണ്ടതുണ്ട്. ഇറാൻ്റെ എണ്ണ കയറ്റുമതിയുടെ സിംഹഭാഗവും ചൈനയിലേക്കാണ്. അതുൾപ്പെടെ അട്ടിമറിക്കുകയാണെങ്കിൽ ചൈനയ്ക്കും അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ലോകരാജ്യങ്ങൾ, പ്രത്യേകിച്ച് അറബി ലോകം, ചൈന, മറ്റ് ലോകരാജ്യങ്ങൾ എല്ലാം തന്നെ ആ ഹോർമൂസ് വഴിയുള്ള ഗതാഗതം എത്രയും പെട്ടെന്ന് സുഗമമാക്കണം, അതിനൊരു സ്കെയിലിംഗ് ഡൗൺ ഉണ്ടാകണം എന്ന നിർബന്ധം അമേരിക്കയ്ക്ക് മേലും ഇറാന് മേലും പ്രയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. ഇറാൻ്റെ മറ്റു ഓപ്ഷൻസ് എന്ന് പറയുന്നത് അമേരിക്കൻ വെസൽസ്, 100 കണക്കിന് അമേരിക്കൻ കപ്പലുകൾ, യാനങ്ങളുണ്ട്. അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകളുണ്ട്. വിമാനവാഹിനി കപ്പലുകളെ ഒന്നും ആക്രമിക്കുന്നത് എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഏതാനും അമേരിക്കൻ കപ്പലുകൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ഇറാൻ്റെ മിസൈൽ സംവിധാനത്തിന് സാധിച്ചേക്കാം. അതുമാത്രമല്ല 19 താവളങ്ങളാണ്, അമേരിക്കയുടെ സൈനിക താവളങ്ങളാണ് സൗദി അറേബ്യയിലും UAEയിലും ഒമാനിലും ഖത്തറിലും ബഹ്റിനിലും എല്ലാം ഉള്ളത്. ആ താവളങ്ങളിൽ ഏതെങ്കിലും താവളങ്ങൾക്ക് നേരെ ഇറാൻ്റെ ആക്രമണം ഉണ്ടായാൽ അമേരിക്ക ഇറാനെ ബാക്കി വെച്ചിരിക്കില്ല. ആ രീതിയിലുള്ള പ്രത്യാക്രമണം, അതിനുള്ള സൂചനകളും ട്രംപ് തന്നു. ട്രംപിൻ്റെ പറയുന്ന ആ വാക്കുകൾ ഒന്ന് തലനാരിഴ കീറി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. ദിസ് അറ്റാക്ക് ഈസ് മെൻ ഫോർ പീസ്. യുദ്ധത്തിന് വേണ്ടിയുള്ള യുദ്ധമല്ല, മറിച്ച് ആത്യന്തികമായി സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടി ബലപ്രയോഗം നടത്തിയേ തീരുവെങ്കിൽ ഇതാ ഞങ്ങൾ നടത്തിയിരിക്കുന്നു. ഇസ്ഫഹാനിലും നഥാൻസിലും മാത്രമല്ല, ഫോർദോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ നിലയം പൂർണ്ണമായി തകർത്തിരിക്കുന്നു എന്ന ക്ലെയിമാണ് അമേരിക്ക മുന്നോട്ട് വച്ചിരിക്കുന്നത്. അമേരിക്കയുടെ ശക്തമായ വ്യോമ ആക്രമണം നടന്നിരിക്കുന്നു. സ്റ്റെൽത്ത് ബോംബേഴ്സ് ഉപയോഗിച്ചിരിക്കുന്നു. B-2 എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് മാത്രം സാധ്യമാകുന്ന ഒരു തരം പ്രഹരശേഷിയുള്ള വിമാനമാണ്. അത് റഡാറുകൾക്ക് പോലും ഡിറ്റക്ട് ചെയ്യാൻ പറ്റാതെ വന്ന് ആക്രമണം നടത്താൻ കഴിയുന്നതാണ്. 30,000 പൗണ്ട് ഭാരമുള്ള ബോംബുകൾ, അതാണ്
ബങ്കർ ബസ്റ്റർ ബോംബുകൾ. അത് ഏതാണ്ട് 60 മീറ്റർ അടിയിൽ സ്ഥിതി ചെയ്യുന്ന ഫർദോയിലെ ആണവ നിലയം തകർക്കണമെങ്കിൽ ഏതാണ്ട് 40 മീറ്ററോളം വരെ പെനിട്രേറ്റ് ചെയ്യാൻ കഴിയുന്ന ബോംബുകൾ ഉപയോഗിച്ചിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഒന്നിലധികം ബോംബുകൾ ഒരേ സ്പോട്ടിൽ തന്നെ ഒന്നിലധികം ബോംബുകൾ വർഷിച്ചെങ്കിൽ മാത്രമേ ഈ ഉദ്ദേശിക്കുന്ന 60 മീറ്റർ നിലവാരത്തിലേക്ക് എത്താൻ കഴിയൂ. അത് പൂർണ്ണ സക്സസ് എന്ന നിലയിലാണ് അമേരിക്ക ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രിയെയും തൻ്റെ തന്നെ സൈനിക യൂണിറ്റുകളെയും അഭിനന്ദിച്ചുകൊണ്ട് സംസാരിക്കുകയും അതിനൊരു പ്രത്യുപകാരം എന്ന നിലയിൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ടും നന്ദി അറിയിച്ചുകൊണ്ടും അമേരിക്ക ഇസ്രായേൽ സൗഹൃദം അടുത്ത ലെവലിലേക്ക് ഉയരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും സംസാരിച്ചിരിക്കുന്ന നമ്മൾ കേട്ടതാണ്. ഇത് ഉണ്ടാക്കുന്ന ഒരു ലോകവ്യാപകമായി ഉണ്ടാക്കാൻ സാധ്യതയുള്ള പ്രതികരണങ്ങളാണ് ഇനിയിപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. റഷ്യ എങ്ങനെ പ്രതികരിക്കുന്നു, ചൈന എങ്ങനെ പ്രതികരിക്കുന്നു, മറ്റ് ലോകരാജ്യങ്ങൾ എങ്ങനെയാണ്, ഐക്യരാഷ്ട്ര സംഘടന അണയാൻ പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ആളിക്കത്തിക്കൊണ്ട് ഇതിനൊരു പ്രശ്നപരിഹാരത്തിലേക്ക് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുമോ, അത് അമേരിക്ക അംഗീകരിക്കാൻ ബാധ്യസ്ഥമാകുമോ, ഇതെല്ലാം നോക്കി കാണേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് അമേരിക്ക ഈ ആക്രമണത്തിലേക്ക് മുതിർന്നത് എന്നുള്ള സാഹചര്യം വ്യക്തമായി കഴിഞ്ഞു. ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ അമേരിക്കയുടെ ആക്രമണം, ലോകരാജ്യങ്ങളുടെ പ്രതികരണം, ഇതിലൊക്കെ പോകുന്നതിന് മുൻപ് നിലവിൽ ഈ അവസാന മണിക്കൂറിൽ പോലും ഇറാൻ പ്രകോപനപരമായ പ്രസ്താവന, അതായത് തിരിച്ചടിക്കുമെന്നുള്ള പ്രസ്താവന തന്നെയാണ് നടത്തിയിരിക്കുന്നത്. നമുക്ക് ഇറാന്റെ ഇപ്പോഴത്തെ നിലവിലെ ഒരു സാധ്യത അല്ലെങ്കിൽ സാഹചര്യം, അവരുടെ സൈനിക ശേഷി, അവർക്ക് തിരിച്ചാക്രമിക്കാൻ കഴിയുമോ എന്നൊക്കെ ഉള്ളതിൽ കൂടി ഒരു വിലയിരുത്തൽ നടത്തുന്നത് അഭികാമ്യമാകുകയല്ലേ? തീർച്ചയായും ഇറാന് സൈനികമായി വില കുറച്ച് കാണേണ്ട കാര്യമില്ല. പക്ഷേ ഇറാൻ്റെ സൈന്യത്തിൻ്റെ ഒരു പ്രത്യേകത, കരസേനയിൽ ഇസ്രയേലിനേക്കാളും വളരെ വലിയ മുൻതൂക്കമുണ്ട്. ആ മേഖലയിലെ ഏറ്റവും ശക്തമായ അറബ് ഇസ്ലാമിക മേഖലയിലെ ഏറ്റവും ശക്തമായ സൈനിക സാന്നിധ്യം കരസേനയുടെ കാര്യത്തിൽ ഇറാന് തന്നെയാണ് എന്നതിന് യാതൊരു സംശയവുമില്ല. 6 ലക്ഷത്തിൽ പരം സൈനികരാണ് ആക്റ്റീവ് സർവീസിലുള്ളത്. അത് വലിയൊരു നമ്പർ തന്നെയാണ്. ഇസ്രായേലിനുള്ളതിനേക്കാൾ 5 or 6 ഇരട്ടി സൈനിക ബലമുണ്ട്. പക്ഷെ കരയിലല്ല യുദ്ധം നടക്കുന്നത്. ഓർക്കണം രോഹിണി, യുദ്ധങ്ങൾ ഇപ്പോൾ നടക്കുന്നത് ആകാശത്താണ്. വ്യോമ ആധിപത്യമാണ് ഇറാനും ഇസ്രായേലും അമേരിക്കയും ആഗ്രഹിച്ചത്. അവരാഗ്രഹിച്ച രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. ഒരു കരയുദ്ധത്തിലേക്ക് ഈ രാജ്യങ്ങളെ, ഇസ്രായേലിനെയും അമേരിക്കയെയും നിർബന്ധിപ്പിക്കുക എന്നതായിരിക്കും ഇറാൻ്റെ ഒരു സ്ട്രാറ്റജി. അങ്ങനെയാണെങ്കിൽ മാത്രമേ തങ്ങളുടെ കരയിലെ പ്രതിരോധ സംവിധാനങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ സാധിക്കൂ. വ്യോമ ആക്രമണത്തിലൂടെ നശിപ്പിക്കാൻ കഴിയുന്നത് ആണവ നിലയങ്ങൾ, ബങ്കർ ബസ്റ്ററുകൾ ഉപയോഗിച്ച്, നേരത്തെ ഇവിടെ കേട്ടതുപോലെ ബങ്കർ ബസ്റ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് ആണവ നിലയങ്ങളെ ഏതാണ്ട് വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. എങ്കിലും അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റീസ് ചിലതൊക്കെ നിലനിൽക്കാനാണ് സാധ്യത. അതുമാത്രമല്ല, ആണവ സാങ്കേതിക വിദ്യ എന്നത് ഒരു സാങ്കേതികമായി പറയുമ്പോൾ അവരുടെ കൈവശം ഉള്ള ഒരു കാര്യമാണെങ്കിൽ അത് സൈമുലേഷനിലൂടെ എത്ര കാലം വേണമെങ്കിലും നിലനിർത്താൻ കഴിയുകയും ആവശ്യമുള്ള സമാധാനം ഉണ്ടാകുന്ന കാലത്ത് കാര്യങ്ങൾ അനുകൂലമാകുമ്പോൾ ഒരിക്കൽ കൂടി പൊടി തട്ടിയെടുക്കുകയും ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ഒരു റെജീം ചേഞ്ച് എന്നതിലേക്ക് അമേരിക്കയും ഇസ്രയേലും ഇപ്പോൾ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഭരണകൂടം, ഇറാനിയൻ നേതാവ് ആയത്തുള്ള അലി ഖൊമേനി നയിക്കുന്ന ഒരു മതഭരണകൂടം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഈ ആണവ വിപത്ത് ഉണ്ടാകുമെന്ന് തന്നെയാണ് നിരീക്ഷണം. ഇനി ഇറാൻ അകത്തേക്ക് നോക്കാം. ഇറാൻ്റെ സമ്മർദ്ദങ്ങൾ, ഇറാൻ്റെ പ്രിപ്പയർഡ്നെസ്. ഇറാൻ്റെ പരമോന്നത നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞു കഴിഞ്ഞു, തനിക്ക് ശേഷവും രാജ്യമുണ്ടാകണം, ഭരണകൂടമുണ്ടാകണം, ഈ വ്യവസ്ഥ ഉണ്ടാകണം. അതിനുവേണ്ടി തൻ്റെ പിൻഗാമികളെ നിയമിക്കുകയും നിർദ്ദേശിക്കുകയും അങ്ങനെ 3-4 പേരുകൾ വരികയാണ്. അപ്പോൾ പ്ലാൻ എ നടന്നില്ല എങ്കിൽ, ഡിഫെൻഡ് ചെയ്ത് നിൽക്കുക എന്ന പ്ലാൻ എ നടന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ഇസ്രായേലിന് വലിയ ആഘാതം ഏൽപ്പിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പ്ലാൻ ബിയിലേക്ക് നീങ്ങുക എന്നതാണ്. പ്ലാൻ ബി എന്ന് പറയുന്നത് ഒരു 1-2 കൂടി ആക്രമണങ്ങൾ നടക്കുകയും ടോപ്പ് ലീഡർഷിപ്പ് വധിക്കപ്പെടുകയും ചെയ്താൽ ഓൾട്ടർനേറ്റ് ലീഡർഷിപ്പ് ഈസ് റെഡി. അതാണ് ഒരു നിഗമനം. രണ്ടാമത്തേത്, രാജ്യത്തെ ജനങ്ങളുടെ ആത്മവീര്യം നഷ്ടപ്പെടാതെ നോക്കേണ്ട അവസരമുണ്ട്. ഒരു രാജ്യത്ത്, ഇറാൻ വലിയൊരു രാജ്യമാണ്, 9 കോടിയോളം ജനങ്ങളുള്ള ഒരു വലിയ രാജ്യമാണ്. ആ രാജ്യത്തെ ജനങ്ങളെ ഉദ്ദീപിപ്പിച്ച് നിർത്തേണ്ടതുണ്ട്, ദേശീയത ആളിക്കത്തിച്ച് നിർത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ശക്തമായ പ്രസ്താവനകൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിന് ഉപോത്ബലകമായ രീതിയിൽ ആക്രമണങ്ങളും ഉണ്ടായെങ്കിലേ പറ്റൂ. അതുകൊണ്ട് രണ്ടാമത്തെ സ്ട്രാറ്റജി, അമേരിക്കയെ തൊടാനാവില്ല എന്ന് ഇറാൻ അറിയാം. സിംബോളിക്കായി ചില അമേരിക്കൻ കപ്പലുകൾക്കെതിരെ, അമേരിക്കൻ ചരക്ക് കപ്പലുകൾക്കെതിരെ ചിലപ്പോൾ ആക്രമണം സംഭവിച്ചേക്കാം എന്നല്ലാതെ അമേരിക്കയുടെ സൈനിക വിന്യാസത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനാവില്ല. അത്ര ശക്തമാണ് അമേരിക്ക എന്നോർക്കണം. എങ്കിൽ പിന്നെ സാധിക്കുന്നത് ഇസ്രായേലിനെതിരെ
അവസാന പുഷ് എന്ന നിലയിൽ പരമാവധി ആക്രമണം സജ്ജീകരിക്കുകയും വീണ്ടും ഈ അയൺ ഡോമിൽ വീണ്ടും സുഷിരങ്ങൾ ഉണ്ടാകുന്നു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്താൽ ഒരുപക്ഷെ വലിയ രീതിയിലുള്ള ഒരു മുഖം രക്ഷിക്കൽ ആഭ്യന്തരമായി ജനങ്ങളുടെ ഇടയിൽ മുഖം രക്ഷിക്കാൻ ഇറാൻ്റെ ഭരണകൂടത്തിന് കഴിയും. അതേപോലെ തന്നെ ഇറാൻ്റെ മറ്റൊരു പരിഗണനയാണ്, ഇറാൻ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇസ്രയേലിൻ്റെ മൊസാദിൻ്റെ പ്ലാനിങ് നടക്കുന്നത്. വലിയൊരു വിഭാഗം ഇറാനിയൻസിനെ തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളിലുള്ള വലിയൊരു വിഭാഗം ആളുകളെ നേരിട്ടും അല്ലാതെയും ഇസ്രായേൽ കോൺഫിഡൻസിലെടുത്ത് കഴിഞ്ഞു. അതുകൊണ്ടാണ് പൊളിറ്റിക്കൽ അസാസിനേഷൻസ് തുടരെ സംഭവിച്ചതിൻ്റെ കാരണം, അല്ലെങ്കിൽ മിലിറ്ററി ലീഡർഷിപ്പ് തുടച്ചു നീക്കപ്പെട്ടതിൻ്റെ പിന്നിൽ ദീർഘദൂര മിസൈലുകളല്ല എന്നോർക്കണം. വളരെ അടുത്ത് നിന്ന് തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഇറാൻ ഉള്ളിൽ നിന്ന് തന്നെ കുതിച്ചുയരുന്ന ഡ്രോണുകളാണ് അത് ആ ദൗത്യം നിർവഹിച്ചത് എന്നോർക്കണം. അതുകൊണ്ട് വലിയ രീതിയിലുള്ള പർജിങ്, അതായത് ആഭ്യന്തരമായ ശത്രുക്കൾ വിത്തിൻ കോട്ട് ശത്രുക്കളെ ഐഡൻറ്റിഫൈ ചെയ്ത് അവരെ പിടികൂടുന്നൊരു തിരക്കിലായിരിക്കണം ഭരണകൂടം. അതുകൊണ്ട് ഒരുപാട് ചോരപ്പുഴ ഇതിനുള്ളിൽ ഇറാനുള്ളിൽ ഭരണകൂട ഭീകരതയുടെ രൂപത്തിൽ ഒഴുകാനുള്ള സാധ്യതയുണ്ട്. അതുമാത്രമല്ല അടുത്ത ലെവലിലേക്ക് പോലും യുദ്ധം പോയി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇതൊരു വൈകാരികവൽക്കരിച്ച് അറബി ലോകത്തെയും ഇസ്ലാമിക ലോകത്തെ മുഴുവനായും കൂടെ നിർത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും എന്നത് ഉറപ്പുമാണ്.